എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്ത വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സുരേഷ് ജോസഫ് എന്ന സാറിനെ കുറിച്ചാണ്. അദ്ദേഹം കേരളം ഒട്ടാകെ അറിയുന്ന ഒരു ട്രാവലറാണ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ട്രാവൽ വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കാണാനും മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സുരേഷ് സാറിന്. ഇവിടെ സുരേഷ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ വ്ളോഗിലോട്ട്, ചെറിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം സാറിന്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. അതെ, അപ്പോൾ സാറേ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ട്. അപ്പോൾ സുരേഷ് സാറിനെ ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചി ടു ലണ്ടൻ യാത്രയിലാണ് സാറിനെ കുറിച്ച് ഞാൻ പത്രത്തിലൊക്കെ ടി വിയിലൊക്കെ വായിക്കുന്നത്. അപ്പം ഞാൻ പല രീതിയിലും സാറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ലാസ്റ്റ് കോൺടാക്ട് കിട്ടി. ഏകദേശം ഒരു 3-4 മാസം മുമ്പ് ഞാൻ മെസ്സേജ് അയച്ചാണ്. അപ്പോൾ സാറിന് വരാൻ പറ്റി. ആ സാറിൻ്റെ തെറ്റല്ല, സാറ് ഇവിടെ ഉണ്ടാവാറില്ല, ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സാറിൻ്റെ വിശേഷങ്ങൾ പതുക്കെ ചോദിച്ചറിയാം. പനമ്പള്ളി നഗറിലുള്ള സ്ട്രീറ്റ്സ്കേപ്പിലാണ്. അപ്പോൾ നാക്കൊക്കെ ഓടിച്ചിട്ട് വന്നിട്ട് വേണം ഇതൊക്കെ പറയാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ഞങ്ങൾ അവിടെയാണിത്. ഇപ്പോൾ നല്ലൊരു വ്യൂ ഉള്ള ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സാറ് ലണ്ടനിലോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു സാറിൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ കാര്യങ്ങൾ? ലണ്ടനിലേക്ക് 2014 ഞങ്ങൾ തിരിച്ചത്. ഇറ്റ് വാസ് ഒരു 12 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം, 17 വർഷത്തെ ഒരു ഡ്രീമാണ് അപ്പോൾ റിയലൈസ് ചെയ്തത്. 2014 13 മിഡിലായപ്പോഴത്തേക്ക് ഞാനത് തീരുമാനിച്ചു, ഇത് ഈ അടുത്ത വർഷം റിയലൈസ് ചെയ്യണമെന്നുള്ളത്. സോ അങ്ങനെ വളരെയധികം പ്ലാനിങ് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ആരും തന്നെ ലണ്ടനിലേക്ക് വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാനായിട്ടോ പ്ലാൻ ചെയ്യാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയലോ ഒന്നുമില്ലായിരുന്നു. സോ ഇൻ ദാറ്റ് സെൻസ് എനിക്ക് വളരെയധികം റിസർച്ച് ചെയ്യേണ്ടി വന്നു, വായിക്കേണ്ടി വന്നു, പലരോട് സംസാരിക്കേണ്ടി വന്നു. എന്നിട്ടും പൂർണ്ണമായുള്ളൊരു രൂപം കിട്ടിയില്ല. പക്ഷേ എങ്കിലും നമുക്കുണ്ടായിരുന്ന ആ മെറ്റീരിയൽ വെച്ച് പ്ലാൻ ചെയ്ത് നെയ്തെടുത്ത ഒരു സ്വപ്നമാണ് ആ 2014 ഇവിടുന്ന് ലണ്ടനിലേക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ മോർണിംഗ് ആണ്, നല്ല സമയത്താണ് ഞങ്ങൾ നടക്കുന്നത്. ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റ് അല്ലേ സാറേ? വളരെ നല്ല. കേരളത്തിൻ്റെ പ്രശ്നമാണ്, ചെറിയൊരു ഹ്യൂമിഡിറ്റി ഉണ്ട്. അതിന് പകരം പ്ലാസ്റ്റിക്കൊക്കെ എല്ലാവരും കത്തിക്കാതിരിക്കുക. അപ്പോൾ പിന്നെ സുഖമായിട്ട് എല്ലാവർക്കും സൈക്കിളും നടന്നും പോവാം അല്ലേ? പിന്നെ ഇതൊരു ഹ്യൂമിഡിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഒരാഴ്ച മുമ്പ് വിയറ്റ്നാമിൽ സൈഗോണിലായിരുന്നു. അവിടെ ഇങ്ങനെ വെറുതെ നിന്ന് ഒരു 2-3 ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള സ്വെറ്റിങ്ങും ഹ്യൂമിഡിറ്റിയുമാണ് അവിടെ ഉള്ളത്. സോ ഫ്രം ദെയർ ടു കം ടു ഗോഡ്സ് ഓൺ കൺട്രി ഈസ് എ റിയൽ ബ്ലെസ്സിങ്, ഐ വുഡ് സേ. അതെ. സാറിന് എത്ര ലൈസൻസ് ഉണ്ട്? ഒരു ഇന്ത്യൻ പൗരന് ഒരൊറ്റ ലൈസൻസേ പറ്റുള്ളൂ, ഇന്ത്യയിൽ ഓടിക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു ലൈസൻസ്. പക്ഷെ നമ്മൾ വെളിയിൽ യാത്ര ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആ കൺട്രിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ലൈസൻസ് എടുക്കേണ്ടി വരും. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലും വണ്ടി ഓടിക്കാം. അപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ലൈസൻസിങ് അതോറിറ്റി നമുക്കൊരു ഡോക്യുമെൻ്റ് തരും. ഇറ്റ്സ് എ ലൈസൻസ് ടു ഡ്രൈവ് ഇൻ എ ഫോറിൻ കൺട്രി ആൻഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 1 വർഷത്തേക്ക് വെളിനാടുകളിൽ വണ്ടി ഓടിക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റാണ്. ചില കൺട്രീസിൽ ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് തന്നെ ആവശ്യം വരില്ലായിരിക്കും. ഫോർ ഇൻസ്റ്റൻസ് ന്യൂസിലൻഡിൽ 1 മാസത്തേക്ക് നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസാണ് മെയിൻ സപ്പോർട്ട്. അതിൻ്റെ മേളിലുള്ളതാണ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ്. ചില രാജ്യങ്ങളിൽ ലൈക്ക് ഐ സെഡ് യു ഡോണ്ട് നീഡ് എ ലൈസൻസ്. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനൊരു കാര്യമുണ്ടോ, അതോ ഇങ്ങനെ പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ? ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ല. അതിൻ്റെ പേര് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണ്, IDP. അത് നമ്മുടെ ഒറിജിനൽ ലൈസൻസ് ഇഷ്യൂ ചെയ്ത ആ അതോറിറ്റി തന്നെയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ കയ്യിലുള്ള വിസയുടെ ബേസിസിലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ടു എ കൺട്രി. It is an international driving permit issued by our local licensing agency to drive abroad. ഇപ്പോൾ ലണ്ടനിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വീഡിയോസൊക്കെ റീസെൻ്റായിട്ട് കണ്ടു, ലണ്ടൻ ടു ഇന്ത്യ ടു ലണ്ടൻ. അപ്പോൾ ചില രാജ്യങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും റൈറ്റ് ഹാൻഡ് ഡ്രൈവും പ്രോബ്ലം വന്നിട്ട് ലോറിയിൽ വരെ കൊണ്ടുപോകാനായിട്ട് ചില പോലീസുകാർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം സാറിനുണ്ടായിട്ടുണ്ടോ? ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഇഷ്യൂ കൊണ്ട് നമ്മൾ വണ്ടി വേറെ ട്രെയിലറിൽ വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം എനിക്കിതുവരെ വന്നിട്ടില്ല. ഞാൻ ഇവിടുത്തെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിൾസ് തന്നെ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡിൽ ഓടിക്കേണ്ട കൺട്രീസിൽ ഞാൻ പലയിടത്തും ഓടിച്ചിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഐ ഹവ് ഡ്രിവൺ ഏകദേശം ഒരു 20-25 കൺട്രീസിൽ വരെ നമ്മുടെ ഇന്ത്യൻ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഓടിച്ചിട്ടുണ്ട്.
ചില വിഷമങ്ങളുണ്ടാവും, ഒരു അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ ഉണ്ട്. ബിക്കോസ് ആദ്യത്തെ ടൈം ഞാനിത് ഓടിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് കിടക്കുമ്പോഴാണ്, നേപ്പാളിൽ നിന്ന് ചൈനയിലേക്ക് കിടക്കുമ്പോഴാണ്. അപ്പോൾ അതൊരു ആദ്യത്തെ ഒരു ദിവസം 2 ദിവസം ആ ഒരു അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും. പക്ഷേ അതർവൈസ് വലിയ പ്രോബ്ലം ഇല്ല. പ്രോബ്ലം വരുന്നത് നമുക്ക് ടോൾ പേ ചെയ്യാനായിട്ട്, നമ്മൾ ഒറ്റയ്ക്ക് വണ്ടിയിലുണ്ടെങ്കിൽ ടോൾ പേ ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് ഓൺ ദ റോങ് സൈഡ്. അത് മാത്രം ഒരു ഇഷ്യൂ വരത്തുള്ളൂ. പിന്നെ രണ്ടാമത്, ഇപ്പം മൾട്ടി ലെയിൻ ഹൈവേ അല്ല, ഇറ്റ് ഇസ് സിംഗിൾ ലെയിൻ ഹൈവേ ആണെങ്കിൽ ഓവർടേക്കിംഗ് ബിക്കംസ് എൻ ഇഷ്യൂ. ബിക്കോസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കാനായിട്ടുള്ള ആ ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എ വെരി മേജർ ഇഷ്യൂ. ദാറ്റ് ഈസ് ഓൾസോ ലെഡ് ടു ലോട്ട് ഓഫ് ആക്സിഡൻറ്റ്സ്. ബിക്കോസ് ആൾക്കാർ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുത്ത് ഓവർടേക്ക് ചെയ്യാൻ നോക്കും, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്പീഡിൽ വണ്ടി വന്ന് ആക്സിഡൻറ്റ് ഉണ്ടായ പല കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം മാത്രമേ എൻ്റെ വണ്ടി ഒരു ട്രെയിലറെ വെച്ച് ഒരു ബോർഡർ കിടക്കേണ്ടി വന്നുള്ളൂ. ദാറ്റ് വാസ് ബിറ്റ്വീൻ ചൈന ആൻഡ് റഷ്യ. ഞാനത് ട്രാൻസ് സൈബീരിയൻ ഹൈവേ പോകുമ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ബോർഡർ ക്രോസിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ബിക്കോസ് അവിടുന്ന് ആ പെർട്ടിക്കുലർ ക്രോസിംഗ് ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് 1500 കിലോമീറ്റർ നോർത്തിലേക്ക് ഓടിച്ചിട്ട് വേണം റഷ്യയിലേക്ക് കയറേണ്ടി വന്നത്. അതുകൊണ്ട് ഐ ടുക്ക് എ ചാൻസ്. ഒരു ഹുൻചുൻ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ബോർഡറിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിലേക്ക് പോകാനായിട്ട് വേണ്ടിയുള്ള ഒരു ബോർഡർ ഞാൻ ചൂസ് ചെയ്തു. ആ ബോർഡർ ഒരു ഇൻ്റർനാഷണൽ ബോർഡറല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചൈനീസ് അതോറിറ്റീസ് അഡ്വൈസ് ചെയ്തു, ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാതെ അതൊരു ട്രെയിലറിൻ്റെ മുകളിൽ വെച്ച് ഒരു കാർഗോ വെഹിക്കിളായിട്ട് അപ്പുറത്ത് കടത്തിയിട്ട് അത് അൺലോഡ് ചെയ്തിട്ട് അവിടുന്ന് റഷ്യയിലേക്ക് ഓടിക്കാൻ. ആ ഒരു ബോർഡർ ക്രോസിംഗ് മാത്രമേ എനിക്കിങ്ങനെ ഒരു ട്രെയിലറെ വെച്ച് വണ്ടി അപ്പുറത്ത് കൊണ്ടുവേണ്ടി വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബോർഡർ കടക്കുമ്പോൾ ഒരു പാലമാണ്, ഒരു ഇരുമ്പ് പാലം കടക്കുമ്പോഴാണ് എന്താ ബർമയുടെ മ്യാൻമാറിൻ്റെ ബോർഡർ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് നോക്കുകയാണെങ്കിൽ പല കൺട്രീസിലോട്ടും, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് പെർട്ടിക്കുലർലി, എങ്ങോട്ട് പോയാലും ഒരു പാലമായിരിക്കും. അതിനെപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ് മ്യാൻമാർ ടു തായ്ലൻഡ് ഓൾസോ ഈസ് എ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്. ബിക്കോസ് ആ ഒരു കൺട്രീസ് തമ്മിലുള്ള ആ ഒരു സൗഹാർദ്ദമാണ് അത് കാണിക്കുന്നത്. അത് നോർമലി ഒരു റിവറിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും. ഫോർ ഇൻസ്റ്റൻസ് നേപ്പാളിൽ നിന്ന് ചൈനയിലോട്ട് കടന്നപ്പോഴും ഒരു റിവറിൻ്റെ ക്രോസാണ് നമ്മൾ പോകുന്നത്. സോ ഇറ്റ്സ് ഓൾവേസ് എ ബ്രിഡ്ജ് വിച്ച് നോർമലി ടേക്സ് യു ഫ്രം വൺ കൺട്രി. അത് കടന്നപ്പോൾ ആദ്യമായിട്ട് സ്വന്തം കാർ ഓടിച്ച് വേറൊരു രാജ്യം കടന്നപ്പോൾ സാറിൻ്റെ ഫീലിങ്സ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് ഒരു കാർ ഓടിച്ച് പോയിപ്പോൾ വളരെയധികം ടെൻഷൻ ഒത്തിരി ഉണ്ട്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ബോർഡർ ക്രോസിംഗ് വാസ് ആക്ച്വലി ഫ്രം ഇന്ത്യ ടു നേപ്പാൾ. അതായിരുന്നു ഫസ്റ്റ് ബോർഡർ ക്രോസിംഗ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വളരെയധികം റെഗുലേഷൻസും റൂൾസും ഉണ്ട്. നമ്മുടെ ഫോർ ഇൻസ്റ്റൻസ് വൺ ഓഫ് ദ മെയിൻ തിങ്സ് ഇസ് നമ്മുടെ വണ്ടി വെളിയിൽ കൊണ്ടുവന്നതിന് മുമ്പേ ഇന്ത്യയിൽ നിന്ന് തന്നെ വണ്ടിക്ക് വേണ്ടി ഒരു കാർനെറ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് എടുക്കണം. അപ്പോൾ ഈ കാറിൻ്റെ പാസ്പോർട്ടാണ് ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യം, ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലേ? അതെ, അതൊരു പാസ്പോർട്ട് കം വീസ ഇൻ ദ സെൻസ് ദാറ്റ് ഒരു കാർനെറ്റ് ഡോക്യുമെൻറ്റ് ഗിവ്സ് യു. നമ്മളൊരു റൂട്ട് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഏതൊക്കെ കൺട്രീസിൽ കൂടെ നമുക്ക് പോകുന്നുണ്ടോ അത്രയും നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് അതിനകത്ത് എൻക്ലോസ് ചെയ്ത് നമുക്ക് തരും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബോർഡർ കിടക്കുമ്പോഴത്തേക്കും ഒരു ലീഫ്ലെറ്റിൽ എക്സ്പോർട്ടിന് വേണ്ടിയുള്ളത് അടിക്കുക. സോ ഇറ്റ് ഈസ് ബീങ് ടെമ്പറലി എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. എക്സ്പോർട്ട് ലൊക്കേഷനിൽ എക്സ്പോർട്ടും കൂടി അടിച്ചു തരും. അപ്പോൾ ദെൻ ദാറ്റ് കംപ്ലീറ്റ്സ് ദി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഔട്ട് ഓഫ് മ്യാൻമാർ. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് വെച്ചാണ് കസ്റ്റംസ് പ്രൂവ് ചെയ്യുന്നത് ദാറ്റ് യു ഹാവ് ടേക്കൺ ദ കാർ ഔട്ട് ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ അവിടെ വിൽക്കുകയോ അബാൻഡൻ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഇറ്റ് ഹസ് ഗോൺ ഫ്രം വൺ കൺട്രി ടു ദി അതർ എന്നുള്ള ഈ കാറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വെച്ച് നോക്കിയാൽ കസ്റ്റംസിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഫൈനലായിട്ട് ഇന്ത്യൻ പോർട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും യുവർ ഡോക്യുമെൻറ്റേഷൻ ഇസ് കംപ്ലീറ്റ്. ഇപ്പോൾ സാഗർ ഇലിയാസ് ജാക്കില് മോഹൻലാൽ യൂസ് ചെയ്ത ഹമ്മറില്ലേ, അപ്പോൾ അത് ഇതേപോലെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ 3 ടൈം എക്സ്ട്രാ പൈസ അടച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ? അതായത് ദുബായ് ബേസ്ഡ് രജിസ്ട്രേഷനുള്ള കമ്പനി. ഇപ്പം ദുബായിൽ നിന്ന് ഇപ്പം ഹമ്മർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കാനായിട്ട് 6 മാസമാണ് കൊടുക്കുന്നത്. അപ്പോൾ വിതിൻ 6 months യു ഹാവ് ടു റീ എക്സ്പോർട്ട് ഇറ്റ്. ഇപ്പോൾ അഥവാ എന്തെങ്കിലും കാരണവശാൽ അത് ഇച്ചിരി ടൈം എക്സ്റ്റൻഷൻ വേണമെങ്കിൽ ദെൻ യു ഹാവ് ടു അപ്ലൈ വെൽ ഇൻ ടൈം. എനിക്ക് തോന്നുന്നു ഒരു 3 months എക്സ്റ്റൻഷൻ അവർ നോർമലി പെർമിറ്റ്. ഇപ്പം പക്ഷേ ഈ 3.5 times ഓഫ് ദി ഒറിജിനൽ വാല്യൂ എന്നുള്ള ആ പ്രൊസീജിയർ മാറ്റി ഇപ്പോൾ ഒരു 1 time പേയ്മെൻറ്റ് ഓഫ് 1.5 lakhs ആണ് ഇപ്പോൾ അവരെടുക്കുന്നത്. അപ്പം ബിക്കോസ് ഞാൻ ലണ്ടനിൽ പോകുന്ന സമയത്ത് 68 ലക്ഷത്തിൻ്റെ ബാങ്ക് ഗ്യാരണ്ടിയാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നത്. കാരണം നമ്മളുടെ ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസിൻ്റെ ഫുൾ ബഡ്ജറ്റും അതിലോട്ട് പോകും. ഇതിന് വീണ്ടും ഉണ്ടാക്കേണ്ടി അത് ഒരു ഇൻഡിവിജ്വലിന് അത് സാധാരണ ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആൾക്കാർ ഇവിടുന്ന് പോകാനായിട്ട് മഴിക്കുന്നത് തന്നെ. ഇപ്പം ഞാൻ ആ സമയത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ കമ്പനിയുടെ ഒരു സ്പോൺസർഷിപ്പായിരുന്നു ഈ ബാങ്ക് ഗ്യാരണ്ടി.
അതുകൊണ്ട് എനിക്കത് പറ്റി. അല്ലാതെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് എനിക്കത് 68 lakhs എന്നൊരു കെട്ടിവെച്ച് ബാങ്ക് ഗ്യാരണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇത് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുക്കണോ അതോ DD ആയിട്ടോ അതോ ക്യാഷ് ആയിട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണോ ബാങ്കിൽ? പ്യുവർ ആയിട്ട് സാധാരണ ഇപ്പം 100% മാർജിൻ മണി കൊടുത്താലേ ബാങ്ക് ഗ്യാരണ്ടി കിട്ടാറുള്ളൂ. ബിക്കോസ് നമ്മുടെ ഈ ബാങ്ക് സ്കാംസ് പ്രോബ്ലംസ് വന്നതാണ്. ബട്ട് അന്നും എനിക്ക് തോന്നുന്ന 85% ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാലേ ആ വാല്യൂ എന്നുള്ള ബാങ്ക് ഗ്യാരണ്ടി തരത്തുള്ളൂ. പക്ഷേ ഇപ്പം 100% കൊടുത്താലേ പറ്റത്തുള്ളൂ. ബട്ട് ഇപ്പം ഫോർച്ചുനേറ്റ്ലി ആ ബാങ്ക് ഗ്യാരണ്ടിയുടെ റിക്വയർമെൻ്റ് എടുത്ത് മാറ്റി 1 time പേയ്മെൻറ്റ് ഇപ്പം 1.5 lakhs ആണെന്ന് തോന്നുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ കാർനെറ്റ് കിട്ടും. എനിക്ക് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുണ്ടായിരുന്ന 2 ബോർഡർ ക്രോസിങ്സ്. ഒന്ന്, ഞങ്ങൾ ലണ്ടനിൽ പോകുമ്പോഴത്തേക്കും റഷ്യയിൽ വെച്ച് ബോർഡർ ക്രോസിങ്, റഷ്യയിലോട്ട് ക്രോസ് ചെയ്യുന്ന ആ ബോർഡറിൽ വെച്ച് ആ ഇമിഗ്രേഷൻ ഓഫീസർ എൻ്റെ പാസ്പോർട്ട് എക്സാമിൻ ചെയ്തിട്ട് കൗണ്ടറിൻ്റെ അക്രോസ് ആയിട്ട് വലിച്ചെറിഞ്ഞു. അത് ഭാഗ്യത്തിന് ഒരു റഷ്യൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങേരത് അവസാനം എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എൻ്റെ വീസ അടിച്ചത് തെറ്റിയ പാസ്പോർട്ട് നമ്പറിലാണ്. അതിപ്പം നമ്മൾ സാധാരണ നമുക്ക് വീസ ഓരോ എംബസിയിൽ നിന്ന് അടിച്ചു തരുമ്പം നമ്മൾ സാധാരണ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ നോക്കാറില്ല. സാധാരണ ഓൺലി ദ ഡേറ്റ്സ്, നമ്മൾ ഏതൊക്കെ ഡേറ്റ്സിലാണ് നമ്മളത് കവർ ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ നോക്കാറുള്ളൂ. ഇതവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ പാസ്പോർട്ട് നമ്പർ ആ വീസയിൽ അടിച്ചിരിക്കുന്നത് തെറ്റാണ്. അത് അവിടെ എംബസിയുടെ തെറ്റാണ്. പക്ഷേ എങ്കിലും ഇയാൾ പറഞ്ഞു അത് ഇറ്റ്സ് ആൻ ഇൻവാലിഡ് വീസ, നിങ്ങൾക്ക് റഷ്യയിലോട്ട് കയറാൻ പറ്റില്ല. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റഷ്യൻ അവരോട് പോയി അത് ആർഗ്യൂ ചെയ്ത് അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ജേർണി ആണെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ അവരത് സ്റ്റാമ്പ് അടിച്ചു തന്നു. ദേ സെഡ് ദാറ്റ് യെസ് ഇറ്റ് ഇസ് ദെയർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് അത് അടിച്ചു തന്നു. അത് ദാറ്റ് വാസ് വൺ പ്രോബ്ലം. ഒരു പ്രാവശ്യം ഞാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഐ വാസ് ഡ്രൈവിംഗ് ടു സിംഗപ്പൂർ. ഞാൻ മ്യാൻമാറിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് തായ്ലൻഡ് ബോർഡറിലും എൻട്രി അടിച്ചു. എന്നിട്ട് എൻ്റെ കാർനെറ്റും എല്ലാം ഫില്ലപ്പ് ചെയ്ത് ഐ ഡ്രോവ്. ഞാൻ തായ്ലൻഡിൽ നിന്ന് ഐ വാസ് ഗോയിങ് ടു ലാവോസ്. അപ്പം തായ്ലൻഡിൻ്റെ എക്സിറ്റ് ബോർഡറിൽ എത്തിയപ്പോഴത്തേക്കും അവരെൻ്റെ വണ്ടി പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വണ്ടിയുടെ ഇമിഗ്രേഷൻ ഡോക്യുമെൻ്റ് കൊണ്ടുവന്നില്ല. അതെനിക്കൊരു വലിയൊരു ഷോക്കായിരുന്നു. ബിക്കോസ് വണ്ടിക്ക് ഇമിഗ്രേഷൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് മാൻ ഇസ് ഇമിഗ്രേറ്റിംഗ് ആൻഡ് കാർ ഹസ് ഗോട്ട് എ കാർനെറ്റ്. അപ്പം അവർ പറഞ്ഞു ഇല്ല, ഞങ്ങളുടെ എൻട്രി ബോർഡറിൽ തന്നെ നിങ്ങളിത് ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കേണ്ടതായിരുന്നു. നിങ്ങൾ തിരിച്ചു പോയി ആ ഡോക്യുമെൻ്റ് തയ്യാറാക്കിക്കൊണ്ട് വരണം. അത് വിച്ച് വുഡ് മെൻറ്റ് ട്രാവലിംഗ് എന്നത് 1200 kilometers. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ഫൈൻ അടിച്ചാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാതറിങ് അവിടെ കണ്ടപ്പോഴത്തേ അവരുടെ ഒരു സീനിയർ ഓഫീസർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ശരി, ഞാൻ നിങ്ങൾക്കൊരു പ്രതിവിധി ഉണ്ടാക്കിത്തരാം. നിങ്ങളൊരു $400 ഫൈൻ അടയ്ക്കണം ഇവിടെ. ഞാൻ പറഞ്ഞു ശരി, ഞാൻ $400 അടയ്ക്കാം. അത് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഞാൻ ആ ഓഫീസറിന് കൊടുത്തു. എന്നിട്ട് ഞാൻ ബാങ്കിൽ പോയി ആ $400 വിഡ്രോ ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ആ ഓഫീസർ അവിടെ ഇരുന്ന് ആ പുസ്തകം വായിക്കുമായിരുന്നു. അപ്പോൾ അത് വായിച്ച് ഹി വാസ് എൻജോയിങ് ദി ബുക്ക്. അപ്പോൾ എന്നെ കണ്ടോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഏതായാലും ഒരു ഗവൺമെൻറ് ഓഫീസറാണെന്നുള്ള ഇരുന്ന് തെളിഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അതൊരു 50% ഡിസ്കൗണ്ട് ആക്കിത്തരാം ആ ഫൈനിൽ നിന്ന്. അന്ന് $200 ഫൈൻ അടച്ച് കൊണ്ടുപോയി. ഇറ്റ് വാസ് നോട്ട് ആൻ ഇല്ലീഗൽ ഡിമാൻഡ്, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് വിച്ച് ഐ മെയ്ഡ്. ബട്ട് ഐ തോട്ട് ദറ്റ് ഐ ഷുഡ് ഹവ് ബിൻ ഗൈഡഡ് ബൈ അറ്റ് ദി എൻട്രി പോയിന്റ്. അത്രേ ഉണ്ടായിരുന്നു. സോ ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇല്ലീഗൽ ഡിമാൻഡായിട്ട് എനിക്കൊരിക്കലും വന്നിട്ടില്ല ഇതുവരെ. 38 കൺട്രീസോളം വണ്ടി ഓടിച്ചിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ആക്രമിക്കുമോ, നമ്മളാരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനായിട്ട് ആരെങ്കിലും വരും, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബിക്കോസ് വളരെ ഫ്യൂ പ്രിക്കോഷൻസ് ഐ ടേക്ക്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ചില പ്രിക്കോഷൻസ് എടുക്കുന്നു. ഒന്ന്, സാധാരണ ഒരു 4-5 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ആ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കും. രാത്രിയിൽ സാധാരണ വണ്ടി ഓടിക്കാറ്. ഇപ്പോൾ പലയിടത്തും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവിടെ വളരെ വർഷങ്ങളായിട്ട് താമസിച്ച മലയാളീസോ ഇന്ത്യൻസോ നമ്മളെ കണ്ടക്ട് ചെയ്യാനായിട്ട് വരും. അവിടുത്തെ ഏരിയ, ഫോർ ഇൻസ്റ്റൻസ് ഞങ്ങൾ പ്രാഗിൽ പോയപ്പോഴത്തേക്കും ഒരു ഇന്ത്യൻ ബോയ് ഹു വാസ് വർക്കിംഗ് ഇൻ എൻ IT ഇൻഡസ്ട്രി ആൻഡ് അനദർ ഇന്ത്യൻ ബോയ് ഹു വാസ് സ്റ്റഡിയിങ് മെഡിസിൻ. ഇവർ രണ്ടുപേരുമാണ് എന്നെയും ലാൽ ജോസിനെയും കൂടെ പ്രാഗ് മുഴുവൻ കാണിച്ചത്. ബിക്കോസ് അവർ 3-4 വർഷമായിട്ട് അവിടെ ഉണ്ട്. അവർക്കറിയാം എന്തെല്ലാമാണ് ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, എന്തെല്ലാം ഷാപ്പാടാണ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനത്തെ ഒരു അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ചുരുക്കം സമയം ഒരു സ്ഥലത്ത് കിട്ടുന്നുള്ളൂ. അത് ഓപ്റ്റിമലായിട്ട് ഉപയോഗിക്കാനായിട്ട് വേണ്ടി ഈ ലോക്കൽ കണ്ടന്റ് ഇസ് വെരി യൂസ്ഫുൾ.
ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഊട്ടി പോകുമ്പോൾ നമുക്ക് മണിക്കൂറുകൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എവിടെ ആദ്യം പോകണം, എവിടെ സെക്കൻഡ് പോകണം, എവിടെ തേർഡ് പോകണം, കാരണം നമ്മുടെ ട്രാവൽ ജേർണിയും ടൈം എല്ലാം കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇത് സഹായിച്ചത് വല്ല സോഫ്റ്റ്വെയർ എന്തെങ്കിലും സാറ് യൂസ് ചെയ്തിട്ടുണ്ടോ, അതും ഗൂഗിൾ മാപ്പ് തന്നെയാണോ? ഇതിപ്പം നമ്മൾ റൂട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ മാപ്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഞാനൊരു 6 ദിവസം സൈഗോണിൽ പോയി. ഈ സൈഗോണിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് 6 ദിവസമേ ഉള്ളൂ. ഈ 6 ദിവസങ്ങൾ ഇടയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ബിക്കോസ് സൈഗോൺ ഇസ് ഓൾസോ ദി ഫുഡ് ക്യാപിറ്റൽ ഓഫ് ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ്. പിന്നെ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ദ വിയറ്റ്നാം വാർ വാസ് മോസ്റ്റ് ഫിയേഴ്സ് ഇൻ ദ സൗത്ത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ, ഫോർച്ചുനേറ്റ്ലി ഇപ്പം ഈ ഇൻ്റർനെറ്റിൽ ആവശ്യത്തിനും അധികം ഇൻഫർമേഷൻ ഉണ്ട്. സോ യു ക്യാൻ ലിസ്റ്റ് ഡൗൺ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വോണ്ട് ടു സീ. ഇപ്പം ഞാൻ ഫോർ ഇൻസ്റ്റൻസ് എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഞാൻ എഴുതിയിടും എനിക്ക് എന്തെല്ലാം സ്ഥലങ്ങൾ കാണണം, എന്തെല്ലാം ഫോർ ഇൻസ്റ്റൻസ് ഓപ്പറയിൽ ഇന്ന ഷോ കാണണം, എനിക്ക് ഇന്ന ഫുഡ് കഴിക്കണം, ഇന്ന ഡ്രിങ്ക് കഴിക്കണം, ഇന്ന സ്നാക്സ് കഴിക്കണം. ഇതെല്ലാം ഞാൻ എഴുതിയിട്ടിട്ട് ഞാൻ അവിടെ ചെന്ന് താമസിക്കുന്ന സ്ഥലത്ത് അവരോട് ഇത് ചോദിക്കും, ഇതെവിടെയാണ് എനിക്കിത്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഈ അവരുടെ ഒരു കോൾഡ് കോഫി ഇറ്റ്സ് എ വെരി ഫേമസ് തിങ് ഇൻ വിയറ്റ്നാം. അപ്പോൾ ഇത് എവിടെ കഴിക്കാൻ പറ്റും, അത് അവരോട് ചോദിക്കുമ്പോഴത്തേക്ക് അവർ തന്നെ പറയും ഇന്ന കടയിൽ പോവുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു എൻജോയ് ദ ബെസ്റ്റ് ഓഫ് ദിസ്. അപ്പം അങ്ങനെ ഒരു ലോക്കൽ കണ്ടന്റ് കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ദെൻ യുവർ പ്ലാനിങ് ഈസ് കംപ്ലീറ്റ്. വേ ഓഫ് ലേണിംഗ് അബൌട്ട് പീപ്പിൾസ് എന്നാ പറയുന്നത്, അവരുടെ വേ ഓഫ് ലൈഫ് ആൻഡ് ഹൗ ദേ ട്രാവൽ. ഇപ്പോൾ ഇങ്ങനത്തെ ഹോസ്റ്റൽസിൽ പോയി താമസിക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ യു മീറ്റ് യങ്സ്റ്റേഴ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പം ഞാൻ അൽബേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓസ്ട്രേലിയയിൽ ചെന്നപ്പം അവിടെ there was a group of students from Canada on an exchange program. അപ്പോൾ ഞാൻ അടുത്ത വർഷം ട്രാൻസ് കനേഡിയൻ ഹൈവേ യാത്ര ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രിയിലൊരു ബിയറും ഒക്കെ അടിച്ച് ഇവരോട് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എനിക്ക് ആ കാനഡയിലുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒത്തിരി റിസർച്ച് എനിക്ക് ചെയ്യാൻ പറ്റി. അവർ തന്നെ സ്റ്റുഡൻസ് തന്നെ ഹെൽപ്പ് ചെയ്ത് തരും അല്ലേ? സ്റ്റുഡൻസ് തന്നെ ഹെൽപ്പ് ചെയ്യും. ഇൻഫാക്ട് 1-2 പേര് ദേ ഹാവ് ഷെയർഡ് ദെയർ ഇമെയിൽ IDs വിത്ത് മീ. അപ്പോൾ അവർ പറഞ്ഞു അവർ അക്കോമഡേഷൻ ഫാമിലീസ് ദേ വിൽ അറേഞ്ച് അക്കോമഡേഷൻ വിത്ത് ഫാമിലീസ്, അവരുടെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസ്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ റൂട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെയൊക്കെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരാം, സോ ദാറ്റ് there will be no cost. കുറേ ട്രാവലർ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്, കയ്യിൽ പൈസ ഒന്നുമില്ല, ലിഫ്റ്റ് അടിച്ച് പോവാ, ഹിച്ച് ഹാക്കിംഗ് എന്ന് പറയും. എനിക്ക് പ്രശ്നമുണ്ട് ഹിച്ച് ഹൈക്കിങ് ആകെ. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് അഭിപ്രായം എന്താ? It is surprising കേട്ടോ that you are asking this question. ഞാൻ ഇന്ത്യയിൽ നിന്ന് 2015 സിംഗപ്പൂർ വരെ വണ്ടി ഓടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ അന്ന് ഞാൻ മണിപ്പൂർ ബോർഡർ ദറ്റ് ഈസ് മോറയിൽ എൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ റെഡിയാക്കാനായിട്ട് വേണ്ടി ആ ബോർഡർ ലൊക്കേഷനിൽ ചെന്നപ്പം അവിടെ ഒരു സ്ത്രീ ലേറ്റർ ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഈസ് എ മലേഷ്യൻ. അപ്പം ഞാൻ ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. ബിക്കോസ് ആ ബോർഡർ പോസ്റ്റ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു, ഇമിഗ്രേഷൻ സെൻറ്റർ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വന്ന പോലെ ഇരിക്കുന്നു, എവിടെയൊക്കെ പോയി? അത് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 9 മാസമായിട്ട് ഐ വാസ് ട്രാവലിംഗ് ഫ്രം മലേഷ്യ. ഐ വെൻറ്റ് റൈറ്റ് അപ്പ് ടു യൂറോപ്പ്. ഞാനിപ്പോൾ തിരിച്ച് മലേഷ്യയ്ക്ക് പോകുന്ന വഴിയാണ് വിത്തൗട്ട് എനി മണി. ഈ 9 മാസം പുള്ളിക്കാരത്തി ഹിച്ച് ഹൈക്കിംഗ് നടത്തുകയാണ്. ആൻഡ് ഒറ്റ പൈസ കയ്യിൽ നിന്ന് ചിലവില്ല. ഭക്ഷണത്തിന് പോലും ചിലവാക്കിയിട്ടില്ല. പുള്ളിക്കാരത്തി പറഞ്ഞു ഇപ്പം വേറെ യാതൊരു സോഴ്സും കണ്ടില്ലെങ്കിൽ ഷീ യൂസ് ടു ഈറ്റ് ഫ്രം ഗാർബേജ് ക്യാൻസ്. ഇമാജിൻ, ഇൻഫാക്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ പുള്ളിക്കാരത്തി പറയുന്നത് വേഷം പോലും പുള്ളിക്കാരത്തി മേടിച്ചിട്ടില്ല. ഇങ്ങനെ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകുമ്പം പലപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ഓരോരുത്തർ ചോദിക്കും, ഇനിയിപ്പോൾ അവിടെ ഇന്ന ക്ലൈമറ്റ് ആണ്, നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള തുണിയുണ്ടോ? പറയാം, എൻ്റെ ഒന്നുമില്ല, ഇതിനെ ഒരു സ്റ്റോറി കൊണ്ട് മേടിച്ചു കൊടുക്കും, ചെരുപ്പ് മേടിച്ചു കൊടുക്കും, അതുപോലെ തന്നെ ഇവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ യാത്ര ചെയ്ത കൺട്രീസിൽ ഏറ്റവും സേഫായിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഏത് കൺട്രിയാണ്? അവരുടെ ആൻസർ ശരിക്കും എന്നെ ഒരുമാതിരി വിറപ്പിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു ഇറാൻ വാസ് ദ സേഫസ്റ്റ്. ഐ കുഡന്റ് ബിലീവ് ഇറ്റ്. ബിക്കോസ് നമ്മുടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ മുസ്ലിം കൺട്രി പാർട്ട് ഓഫ് ദ വേൾഡ്, ദാറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് വുഡ് ബി വെരി വെരി അൺസേഫ് എന്നുള്ളതാണ്. ഷീ സെഡ് നോട്ട് വൺ
wrong word, not one wrong gesture. And people so helpful and polite towards women. റിയലി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമായിരിക്കുമല്ലോ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനായിട്ട്. സപ്പോസ് അറിയില്ല, ബിക്കോസ് ഈ കയറി പോകുന്നത് ട്രക്കിലും നമുക്ക് അറിയാൻ വയ്യാത്ത ആളുകളുടെ കൂടെയാണ്, മോസ്റ്റ്ലി മെൻ. അതെ. പുള്ളിക്കാരത്ത് പറഞ്ഞു, ഞാൻ വണ്ടിയെ കയറും, ആദ്യത്തെ റോങ് വേർഡ് ഓർ എനിക്ക് മോശമാണെന്നുള്ള ഒരു 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 റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവരോട് അന്നേരം അവിടെ ട്രക്ക് നിർത്താൻ പറയും. അവിടെ തന്നെ ഇറങ്ങും. ഒരു മരുഭൂമിയുടെ നടുക്കായിരിക്കും, എങ്കിലും ഞാൻ അവിടെ ഇറങ്ങും. അപ്പോൾ പുള്ളിക്കാരത്ത് പറയുന്ന ഒരു 1-1.5 മണിക്കൂറിൽ കൂടുതൽ പുള്ളിക്കാരത്തേക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു ഹൈക്ക് കിട്ടാനായിട്ട് വേണ്ടി. നിങ്ങൾ കാറിൽ കിടന്നുറങ്ങേണ്ട സ്ഥിതി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 1-2 പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്ത് തന്നെ കാറിൻ്റെ അകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, എൻ്റെ ആദ്യത്തെ ലോങ് ഡ്രൈവ് ഞാൻ UK-ൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിക്കുമ്പോഴായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ 1996 ഒരു വണ്ടി ഹയർ ചെയ്ത് 14 ദിവസം ഞങ്ങൾ UK മുഴുവൻ വണ്ടി ഓടിച്ചു. അതിൽ 12 ദിവസം ഞങ്ങൾ കാറിലാണ് കിടന്നുറങ്ങിയത്. ബിക്കോസ് അന്ന് ബഡ്ജറ്റ് ട്രാവലിംഗ് ആയിരുന്നു, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഈ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഹോസ്റ്റൽസിലാണെങ്കിലും ഒന്നും കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. സോ വി ഡിസൈഡഡ് വൈകുന്നേരം 5:30-6 മണി കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഉള്ള പാർക്കിംഗ് ലോട്ട്സ് ഫ്രീ പാർക്കിംഗ് ആവും. അവിടെ ഡ്രൈവ് ഇൻ ചെയ്യും. ഞങ്ങൾ അടുത്തുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ പോയി ഒരു 6 പാക്ക് ബിയർ മേടിക്കും, ഒരു വലിയ ലോഫ് ബ്രെഡ് മേടിക്കും, കുറച്ച് ജാമോ എന്തെങ്കിലും സ്പ്രെഡ്സ് മേടിക്കും. എന്നിട്ട് അവിടെ വന്നിരുന്ന് അത് രാത്രി കഴിക്കും. ഞങ്ങളുടെ കുറിപ്പുകളൊക്കെ എഴുതും. കഴിച്ചിട്ട് വി യൂസ് ടു ടേക്ക് ടേൺസ്. ഞങ്ങളും ഇപ്പോൾ ടേൺ ചെയ്തു. ഒരാൾ ഡ്രൈവർ സീറ്റിൽ ഒരു രാത്രി കിടന്നാൽ പിറ്റേ ദിവസം മറ്റേ ആൾക്കായിരിക്കും ആ ഡ്രൈവർ സീറ്റിൽ കിടക്കുന്നത്. ഡ്രൈവർ സീറ്റ് കുറച്ചും കൂടെ കംഫർട്ടബിൾ അല്ല, അൺകംഫർട്ടബിൾ ആണ്. ബിക്കോസ് ഗിയർ ഉണ്ട്. നേരെ കുറച്ച് പുറകെ കിടക്കുന്നതാണ് മോർ കംഫർട്ടബിൾ. അങ്ങനെ അല്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ 12 രാത്രി കാറിനകത്ത് തന്നെ കിടന്നുറങ്ങിയ ആ ഒരു ഇതുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഈ ട്രാവലിന് പോകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഇതുള്ള സ്ലീപ്പിംഗ് ബാഗും പില്ലോസും എല്ലാം ഞാൻ കരുതാറുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറിനകത്ത് കിടന്ന് ഉറങ്ങാനായിട്ടുള്ള ആ ഒരു പ്രിപ്പയർഡ്നെസ് വേണം. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഇവൻച്വാലിറ്റി വന്നിട്ടില്ല. മലയാളികളില്ലാത്ത സ്ഥലമില്ല. ഇപ്പോൾ ചന്ദ്രനിൽ പോയാലും മലയാളികൾ അവിടെ ചായകട നടത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മലയാളികളുടെ ഹെൽപ്പ്, മലയാളി കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് സാറിന് കിട്ടിയിട്ടുണ്ടോ? അതെനിക്ക് ഒരിക്കലും പറഞ്ഞു തീരാൻ വയ്യാത്തൊരു ടോപ്പിക്കാണ്. ഞാൻ മലയാളീസിനെ കണ്ടിട്ടില്ലാത്തത് ചൈനയിലും ചില സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ ധാരാളം ഉണ്ട്. പക്ഷേ എങ്കിലും കൂടുതലും ഞങ്ങൾ കണ്ടിട്ടുള്ളത് യൂറപ്പിലും, ഫോർ ഇൻസ്റ്റൻസ് ഇപ്രാവശ്യം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലൊക്കെ പോയപ്പോൾ ധാരാളം മലയാളീസിനെ കണ്ടു. ഇവരുടെ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫാമിലി മെമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. വാസ്തവത്തിൽ വളരെയധികം ഇമോഷണൽ ആകുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ അവരുടെ കൂടെ ചിലപ്പം ഒരു 5-6 മണിക്കൂറേ നമ്മൾ ഉണ്ടാവുള്ളൂ, ചിലപ്പം മാക്സിമം ഒരു 2 days. പക്ഷേ വിതിൻ ദ ടൈം ദേ മേക്ക് യു എ മെമ്പർ ഓഫ് ദ ഫാമിലി. അത് കഴിഞ്ഞിട്ട് ദേ ബിക്കം ലൈഫ് ലോങ് ഫാമിലി മെമ്പേഴ്സ്. അതൊരു ഭയങ്കര ഒരു അനുഭവം. ഇപ്പോൾ സാറിൻ്റെ പല ട്രിപ്പും കഴിഞ്ഞു. ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞു വന്നത് ഓസ്ട്രേലിയൻ ട്രിപ്പാണ്. ഇനി സാറ് പോകുന്ന ട്രിപ്പിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. സാറിൻ്റെ അടുത്ത ട്രിപ്പ് എവിടേക്കാണ്? അടുത്ത ജൂണിൽ ഞാൻ കാനഡയിൽ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. ട്രാൻസ് കനേഡിയൻ ഹൈവേ ഈസ് ദ 3rd ലോങ്ങസ്റ്റ് ഹൈവേ ഇൻ ദ വേൾഡ്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈവേ ഓസ്ട്രേലിയൻ ഹൈവേ ആണ്. ഇതിപ്പം ഞാൻ മാർച്ച് ഏപ്രിലിൽ അത് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. അത് 16,500 കിലോമീറ്ററാണ് ഓസ്ട്രേലിയൻ ഹൈവേ. സെക്കൻഡ് ലോങ്ങസ്റ്റ് ഹൈവേ ആണ് ട്രാൻസ് സൈബീരിയൻ ഹൈവേ. അത് ഞാൻ 2016 ചെയ്തു, വിച്ച് ഇസ് 11,000 kilometers. ട്രാൻസ് കനേഡിയൻ ഹൈവേ വിക്ടോറിയയിൽ നിന്നും ന്യൂ ഫൗണ്ട്ലൻഡിലേക്കുള്ള ആ റൂട്ട് ഇസ് അബൌട്ട് 9,000 kilometers. അപ്പോൾ അതാണ് അടുത്ത ജൂണിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ. അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കേട്ടു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കാരണം ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല, കൊച്ചി ടു ലണ്ടൻ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് സാറ് പോയ രീതിയിലൊന്നും പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ സാറിൻ്റെ ഇൻഫർമേഷൻ കൊണ്ട് ഒരു 10 പേർക്കെങ്കിലും 10 പേർക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ വളരെ ഗുണമാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ ട്രാവൽ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ
സാറിന് ഇമെയിൽ അയക്കാം. സാറിൻ്റെ ഇമെയിൽ ID ഇവിടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ എന്നെയോ സാറിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യും. കാരണം ട്രാവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രാവലർ ആവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേഷൻ സാറിന് തരാൻ പറ്റിയാലും സാറിൻ്റെ സമയം, വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചിലവാക്കിയാലും വളരെ നന്ദിയുണ്ട് സാറേ. അപ്പോൾ വീണ്ടും നല്ല നല്ല ജേർണി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കൂടെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളുടെ മൗസ് കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ വന്ന് റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.